ഞാനൊരു യാത്ര പോവുകയാണ്, ആ യാത്ര പോകുന്നതിന്റെ തിരക്കിലാണ് ഞാൻ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് പരിശുദ്ധമായ റമദാൻ 3 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വഫാത്ത് നടന്ന ദിനമാണ് പരിശുദ്ധമായ റമദാൻ 3. അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ തിരക്ക് പിടിച്ച് ദ്രുതഗതിയിൽ വീട്ടുജോലികൾ ചെയ്തു തീർക്കുകയാണ്. സാധാരണ അലി റളിയല്ലാഹു തആല അൻഹു വീടിന് പുറത്തു പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും സ്നേഹം കൊണ്ട് പുണരുകയും ചെയ്യുമായിരുന്നു. അന്ന് അലി റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ശ്രദ്ധിക്കുന്നില്ല, ജോലി തിരക്കിലാണ്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് അലി റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്, ഫാത്തിമ നിനക്ക് എന്ത് പറ്റി? എന്താണ് നീ എന്നോട് മിണ്ടാത്തത്? എന്താണ് നീ എന്നെ പരിഗണിക്കാത്തത്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല, ഞാൻ തിരക്ക് പിടിച്ച് ഞാനൊരു യാത്ര പോവുകയാണ്, ആ യാത്ര പോകുന്നതിന്റെ തിരക്കിലാണ് ഞാൻ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞു. അലി റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, ഫാത്തിമ നീ എങ്ങോട്ടാണ് യാത്ര പോകുന്നത്? യാത്ര കഴിഞ്ഞ് നീ എന്നാണ് മടങ്ങി വരുന്നത്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ എൻ്റെ റബ്ബിന്റെ അടുക്കലേക്ക്, എൻ്റെ ഉപ്പാടെ അടുക്കലേക്ക് യാത്ര പോവുകയാണ്, ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര. അലി റളിയല്ലാഹു അൻഹുവിന് കാര്യം മനസ്സിലായി. ആ സമയത്ത് വിങ്ങിപ്പൊട്ടിക്കൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, നിന്റെ ഉപ്പാടെ അടുക്കലേക്ക് നീ യാത്ര പോകുമ്പോൾ ഈ അലിയെക്കുറിച്ച് പരാതിയൊന്നും പറയരുത്. ഭർത്താവ് എന്ന നിലയ്ക്ക് നിന്നോടുള്ള കടമകൾ യഥാവിധി നിറവേറ്റാൻ പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. പാവപ്പെട്ട അലിയെക്കുറിച്ച് ഉപ്പാടെ അടുക്കൽ പോയി പരാതി പറയരുതേ ഫാത്തിമ എന്ന് അലി റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹുവിനോട് അവസാനമായി ചില വസീയത്തുകൾ പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ വസീയത്ത്, അലിയാര് തങ്ങളെ, ഞാൻ പോവുകയാണ്, ഞാൻ പോകുമ്പോൾ അനാഥരായ എൻ്റെ മക്കളെ നിങ്ങൾ നന്നായി പരിരക്ഷിക്കണം, അവരെ പരിപാലിക്കണം, അവരുടെ മനസ്സ് നോകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നിങ്ങളിൽ നിന്നും ഉണ്ടാകരുത്. ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ എൻ്റെ ജനാസ നിങ്ങൾ കുളിപ്പിക്കണം, എൻ്റെ മയ്യത്ത് നിങ്ങൾ കഫൻ ചെയ്യണം, എൻ്റെ ജനാസ പകല് കബറടക്കരുത്, രാത്രിയിലെ എൻ്റെ ജനാസ കബറടക്കാവൂ. എൻ്റെ മയ്യത്ത് കബറടക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു പെട്ടിയിലാക്കി കൊണ്ടുപോകണം. കാരണം എൻ്റെ ഭൗതികമായ ശരീരത്തിന്റെ രൂപം മറ്റന്യ പുരുഷന്മാര് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് രാത്രിയിൽ വേണം എന്നെ കബറടക്കാൻ.